അദ്ദേഹം ഈ ഉമ്മനെ കൂട്ടിമുട്ടി സംസാരിച്ച് അങ്ങനെ അവരിവിടെ വന്നു. വന്ന് ഞാൻ കൂടി എന്ന് പറഞ്ഞ് പൈസ ഇല്ല, 55 തുടങ്ങിയിട്ട് 61 സ്റ്റേബിളായി. പിന്നെ കുറേ കോഴ്സുകളുണ്ടായി, തീരുവുണ്ടായി, മുമ്പോട്ട് പോകാം എന്നുള്ള സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഐഡിയ വന്നു. ഹ്യൂമൻ എന്ന് പറഞ്ഞ ആളുണ്ട് പ്രസൻറ്റ് ചെയ്യുക മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക നടത്താം എന്നൊരു ബോധ്യം ഉണ്ടായി തുടങ്ങി നടന്നു. 127 വിദ്യാർത്ഥികളുമായി 1955 തുടങ്ങിയ മാർ അത്തനേഷ്യസ് കോളേജ് ഇന്നൊരു വലിയ പ്രസ്ഥാനമായി പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 45 വ്യത്യസ്ത കോഴ്സുകൾ, 4500-ലധികം വിദ്യാർത്ഥികൾ. 5 പതിറ്റാണ്ട് കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണു തെളിയിക്കാൻ ഈ സ്ഥാപനത്തിനായി. ഇന്നിപ്പോൾ നമുക്ക് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. 1961 എൻജിനീയറിംഗ് കോളേജ് തുടങ്ങി. അത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് കീഴിലുള്ള കോളേജാണ്. 1967 ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തുടങ്ങി. 2003 അടിമാലിൽ മാർ ബെസേലിയസ് കോളേജ്, 2 വർഷം മുമ്പ് ഇവിടെ BEd ട്രെയിനിങ് കോളേജ്, ഈ വർഷം ഒരു ഇൻ്റർനാഷണൽ സ്കൂള്. അങ്ങനെ 6 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കഴിഞ്ഞ 53 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായി. ഈ 127 സ്റ്റുഡൻസ് നിന്ന് ഇന്ന് ഏതാണ്ട് 4500 സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. 6 റിസർച്ച് സെൻറ്റേഴ്സ്, അതുപോലെ 16 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ, ആകെ 45 കോഴ്സുകൾ ഈ കോളേജുകളിലായിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ, പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന ഒരു കുട്ടിക്ക് എൻജിനീയറിങ്ങിലോ ആർട്സിലോ സയൻസിലോ PhD എടുത്തുകൊണ്ട് പുറത്തു പോകാനുള്ള സൗകര്യമുണ്ട്. അത് കേരളത്തിൽ വേറെ ഒരു ക്യാമ്പസ് പോലും ഇല്ല. അക്കാദമിക രംഗത്ത് മാത്രമല്ല, കലാകായിക രംഗങ്ങളിലും സാമൂഹ്യ സേവന മേഖലയിലുമെല്ലാം MA കോളേജ് ഈ പ്രദേശത്തിനാകമാനം അഭിമാനമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തന്നെ പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കോതമംഗലം മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ ഈ വിദ്യാലയത്തിനായി. മാർ അത്തനേഷ്യസ് കോളേജ് ഇന്നൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ഇന്ന് അതിലൂടെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വർഗീസ് സാറിന് ഉള്ളതാണ്. ആ കോളേജ് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള പേര് കേരളത്തിനകത്തും പുറത്തും ആർജിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനാകമാനം മാതൃകയാണ് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. രാജ്യത്തിൻ്റെ നിർണായകമായ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ കലാലയത്തിന് സാധിച്ചു. കോതമംഗലം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ അവിടെ ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഇത്രയധികം എഞ്ചിനീയർമാരുള്ളൊരു താലൂക്ക്. രണ്ടാമത്, കേരളത്തിന് ഏറ്റവും കൂടുതൽ കോളേജ് പ്രിൻസിപ്പൽമാരെ സംഭാവന ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് MA കോളേജ്. കോതമംഗലത്തെ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു മാപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് MA കോളേജിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെ ക്ലിയറാണ്. കാരണം ഇപ്പോൾ കോതമംഗലത്തെക്കുറിച്ച് അറിയേണ്ടത്, ലോകത്തിന് എവിടെ ചെന്ന് അറിഞ്ഞിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ പഠിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ വഴിയാണ്. ലോകത്തിൻ്റെ ഏത് കോർണറിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് പാസ്സായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ അവിടുത്തെ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുള്ള പ്രൊഫസേഴ്സ് ആണെങ്കിലും, അവിടുന്ന് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ സാംസ്കാരിക രംഗത്തുമൊക്കെ. അപ്പോൾ കോളേജസിൻ്റെ നാച്ചുറലി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസിക്കലി സീഡിങ് ഗ്രൗണ്ട് അല്ലേ. ഇപ്പോൾ കോതമംഗലത്തെ വേൾഡിൻ്റെ ഒരു മാപ്പിൽ കൊണ്ടുവരുന്നതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നാച്ചുറലി അതിൻ്റെ ഒരു ഫൗണ്ടറും ഒരു സ്റ്റിമുലൻറ്റും കാറ്റലിസ്റ്റും ഒക്കെ ഉള്ള നിലയിൽ പ്രൊഫസർ MB വർഗീസിനും ഒക്കെ ഉള്ള റോള് വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ എന്നും മുൻപന്തിയിലായിരുന്നു MA കോളേജ് മാനേജ്മെന്റ്. കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ നേടിയ കോളേജ് എന്ന ഖ്യാതി മാർ അത്തനേഷ്യസിന് സ്വന്തമാണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറികളെ പോലും അതിശയിക്കുന്ന വലിയൊരു ഗ്രന്ഥശേഖരം ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു. പല കാര്യത്തിലും കേരളത്തിൽ ഒന്നാം സ്ഥാനം നമുക്കുണ്ട്. 1996 മദ്രാസിൽ നിന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ കേരളത്തിൽ ആദ്യമായിട്ടൊരു ക്യാമ്പസിൽ നമ്മുടെ കോളേജിൽ കൊണ്ടുവരിക. അതുപോലെ
97 നമ്മുടെ ലൈബ്രറി കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്തു. അന്ന് കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി ലൈബ്രറി പോലും ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല. 2002 നാക്കിൻ്റെ എ ഗ്രേഡ് ഈ കോളേജിനാണ് ആദ്യമായിട്ട് കേരളത്തിൽ ലഭിച്ചത്. 2003 നമ്മളൊരു സാറ്റലൈറ്റ് ലേണിംഗ് സെൻറ്റർ തുടങ്ങി. നേട്ടങ്ങളുടെ പട്ടിക അവസാനിക്കുന്നില്ല. ഓരോ വർഷവും പുതുതായി ചേർക്കപ്പെടുകയാണത്. കാലത്തിനു മുൻപേ നടന്നു പോകുന്ന ഒരാൾ നൽകുന്ന ദിശാബോധമല്ലാതെ മറ്റൊന്നുമല്ല ഇത്തരം നേട്ടങ്ങൾക്ക് പിന്നിൽ. ഒരു ലോ കോളേജും നഴ്സിംഗ് സ്കൂളും തുടർന്ന് മെഡിക്കൽ കോളേജും ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മാർ അത്തനേഷ്യസ് മാനേജ്മെന്റ്. കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കുന്ന ഗവേഷണ കുതുകിയായ ഒരു മനസ്സിനുടമയായിരുന്നു പ്രൊഫസർ MP വർഗീസ്. 4 പഠന ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. ധനതത്വശാസ്ത്രത്തിൽ ഗവേഷണം നടത്തി പ്രസിദ്ധീകരിച്ച എ ക്രിറ്റിസിസം ഓഫ് കീൻസ് ജനറൽ തിയറി ഓഫ് എക്കണോമിക് പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് എന്നീ ഗ്രന്ഥങ്ങൾ അക്കാദമിക് സമൂഹത്തിന്റെ സവിശേഷമായ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള പ്രസിദ്ധനായ പ്രൊഫസർ ഹാരോൾഡിന്റെ കീഴിൽ നടത്തിയ ഗവേഷണ പ്രബന്ധമാണ് ആദ്യത്തേത്. കെയ്ൻസിന്റെ തിയറിയെ വിമർശനാത്മകമായി നിരീക്ഷിക്കുകയാണ് ഈ ഗ്രന്ഥം. കെയ്ൻസ് സ്റ്റാറ്റിക്കാണ്, ഡൈനാമിക് അല്ല എന്നാണ് ക്രിറ്റിസിസം. അതിന് മറുപടി പറയാനില്ല. ബാക്കി നമുക്ക് മറുപടി പറയാം. അപ്പോഴാണ് പുതിയ ഐഡിയ. ഞാൻ അവിടെ പോയി ഹാരോൾഡിൻ്റെ കീഴിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. ഞാൻ ചെയ്ത് തീരുമാനിച്ചു അങ്ങനെ കീഴിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. ആണവ നിലയങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് പ്രൊഫസർ MP വർഗീസ് രചിച്ച എ ക്രിട്ടിക് ഓഫ് ദ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന പുസ്തകം ദേശീയ തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ദ ലോ ഓഫ് ലാൻഡ് അക്വിസിഷൻ ആൻഡ് കോമ്പൻസേഷൻ എ ക്രിറ്റിസിസം എന്ന നിയമഗ്രന്ഥത്തിന്റെ രചയിതാവും പ്രൊഫസർ MP വർഗീസ് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ MP വർഗീസ് സാറ് ഒരു നിയമ പണ്ഡിതനാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരു ശാസ്ത്ര പണ്ഡിതനാണ് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകത്തിൽ നിന്നും വ്യത്യസ്തമായി പഠനങ്ങൾ നടത്തിയും നിരീക്ഷണങ്ങൾ നടത്തിയും ഗവേഷണം നടത്തിയും അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എ ക്രിറ്റിക് ഓഫ് ന്യൂക്ലിയർ തിയറി എന്ന് പറയുന്നത് പ്യുവർലി എന്താ പറയുക ഓൺ ദി ബേസ് ഓഫ് ഹി സ്റ്റഡി ഓൺ ഫിസിക്സ്. നല്ല ഒരു 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 ഊർജ്ജതന്ത്ര വിശാരദനായ അധ്യാപകന് ഉണ്ടാകേണ്ടുന്ന എല്ലാ സിദ്ധികളും ആ ഗ്രന്ഥത്തിൽ ആദ്യാവസാനം പ്രകാശിതമായിട്ടുണ്ട്. നിയമപുസ്തകത്തിന്റെ പിന്നിൽ സർക്കാരുമായി അദ്ദേഹം നടത്തിയ ദീർഘനാൾ നീണ്ട നിയമയുദ്ധത്തിൻ്റെതായ ഒരു കഥയുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് തുച്ഛമായ നഷ്ടപരിഹാരമായിരുന്നു സർക്കാർ അനുവദിച്ചത്. കിടപ്പാടവും കൃഷിയിടവുമൊക്കെ നഷ്ടപ്പെട്ടവർ ഏറെ ബുദ്ധിമുട്ടി. ഇക്കൂട്ടത്തിൽ പ്രൊഫസർ MP വർഗീസിന്റെ കുറച്ച് കൃഷിയിടവും ഡാമിനു വേണ്ടി സർക്കാർ ഒഴിപ്പിച്ചു. തുച്ഛമായ നഷ്ടപരിഹാരം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. കൃഷിയിടത്തിലെ സ്ഥാവര വസ്തുക്കൾക്കും വിളകൾക്കും നഷ്ടപരിഹാരം നൽകുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വരെ MP വർഗീസ് നിയമയുദ്ധം നടത്തി. ഇതിനിടെ